ഇന്നെന്ന് പറയുന്നത് നമ്മുടെ വണ്ടി വോക്സ് വാഗൻ വേർട്ടസ് ആണ്. ഇതൊരു ബേസ് മോഡൽ വണ്ടിയാണ്. അപ്പൊ ഇനി നമുക്കിനുള്ള ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പൊ നമുക്കിനി വണ്ടിയിലെ ഫ്രണ്ടിലത്തെ കാര്യങ്ങളിലേക്ക് വരാം, വിശേഷങ്ങളൊക്കെ നോക്കാം. അതിന് തന്നെ വോക്സ് വാഗന്റെ ആ ലോഗോ അത് ക്രോം ഫിനിഷിലും ബാക്കി ഇവിടേക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിനായിട്ട് ലോഗോ കാണാം. പിന്നെ എയർ വെന്റിലേഷന് ഉള്ള സംഭവങ്ങൾ അതും ഇവിടെ അതൊരു ക്രോം ഫിനിഷ് ഈ അറ്റം തൊട്ട് അവിടെ വരെ വന്നിട്ടുണ്ട്. അതിങ്ങനെ വന്ന് 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 നമ്മുടെ ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോൾ നമുക്കൊരു DRL ലൈറ്റ്സ് കാണാം. അത്യാവശ്യം ഒരു ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഐസിൻ്റെയും അതുപോലെ ഡയമണ്ടിൻ്റെ ഒക്കെ ഒരു മിക്സ് പോലെ അത്യാവശ്യം ക്രിസ്റ്റൽ കളറായിട്ട് രണ്ടും നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ബേസ് വേരിയൻ്റ് ആയ കാരണം വണ്ടി ഫോഗ് ലാമ്പും കാര്യങ്ങളും വന്നിട്ടില്ല. എക്സ്ട്രാ ഇനി ആഡ് ചെയ്യണമെങ്കിൽ എന്താ പറയുക, വാറണ്ടി കാര്യങ്ങൾ കട്ടാവുന്നത് കാരണം കസ്റ്റമർ ഇപ്പോൾ ഒരു 4 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ഈ വണ്ടിയുടെ കളർ എന്ന് പറയുന്നത് ലാവ ബ്ലൂ ആണ്. അത് എന്താ പറയാ, ആ ഒരു കളറും വണ്ടി എന്ന് പറയുന്നത് സെഡാനും ആകുമ്പോൾ ആ ഒരു സ്പോർട്ടി ലുക്ക് എന്ന് പറയുന്നത്, റോഡ് പ്രസൻസ് എന്ന് പറയുന്നത് അപാര സംഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ വണ്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു കോമ്പാക്ട് XUV അല്ലെങ്കിൽ സാധാരണ SUV അത്രയ്ക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. 179 മില്ലിമീറ്റർ ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അത്യാവശ്യം കംഫർട്ടായിട്ട് ഏതി കൂടിയും ഏതൊരു മോശമായ റോട്ടിൽ കൂടിയും വണ്ടി നന്നായി ഓടിച്ചു കൊണ്ടുപോകാൻ, ടെൻഷൻ ചെയ്യാണ്ട് ഓടിച്ചു കൊണ്ടുപോകാൻ ഈ ഒരു സെഡാൻ കാർ നമുക്ക് പറ്റും. പിന്നെ അത്യാവശ്യം നല്ലൊരു വീൽ ബേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ലെയർ ഇങ്ങനെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അത് അറ്റം തൊട്ട് അങ്ങനെ കറങ്ങി പോകുന്നുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു അത്യാവശ്യം നല്ലൊരു ഭംഗി അല്ലെങ്കിൽ ഒരു ബോഡി ഷേപ്പൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റാന്ന് പറയാം, അതുപോലെ പറ്റും. പിന്നെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങനെ ലേശം വന്ന് 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 ഇവിടെ എത്തുമ്പോൾ ഒന്ന് പൊന്തി വരും. ഇതെന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഉപകാരം തന്നെയാണ്. എന്ന് വെച്ചാൽ വണ്ടി നമുക്ക് ഇപ്പോൾ അത്യാവശ്യം ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം 521 ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിലിപ്പോൾ ഫുള്ളി ലോഡഡായി വന്നാലും വണ്ടിയുടെ ഉള്ളിൽ വണ്ടി ഇപ്പോൾ അത്യാവശ്യം ലോഡാകുമ്പോൾ ഒന്ന് ഇരിക്കും. എന്നാൽ പോലും നമുക്ക് അടിയൊരയുന്നോ അല്ലെങ്കിൽ മറ്റുള്ള കല്ല് തട്ടുന്നോ അങ്ങനെയുള്ള ഒരു പേടികളൊന്നും നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് നമ്മൾ ഇപ്പം ഈ ആഡ് ചെയ്തതാണ്, ഏത് ഈ ഒരു സ്പോയിലർ കാര്യങ്ങളൊക്കെ. ഇത് വണ്ടിക്ക് ഒരു സ്പോർട്ടി ലുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു സ്പോയിലർ തന്നെയാണ്. പിന്നെ ഇതാണ് ടെയിൽ ലാമ്പ് വരുന്നത്. ആ ഒരു ഇങ്ങനെ വന്ന് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലും അതെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുണ്ട്. ആ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ഭംഗി എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ അതിന് മേളിൽ എന്ന് തന്നെ പറയാം. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിക്ക് വരാണെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലോണം ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു സബ് റൂഫ് ആഡ് ചെയ്തതാണ്. അത്യാവശ്യം എന്താ പറയാ, നല്ല ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആക്കിയാൻ വേണ്ടിയിട്ട് കസ്റ്റമർ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ്. പിന്നെ നമുക്ക് സീറ്റുകൾ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് മടക്കി വെച്ചുകൊണ്ട് വേണമെങ്കിൽ ബൂട്ട് സ്പേസ് ഇനിയും കൂടുതൽ ഉപയോഗിക്കാനായിട്ട് ഈ വണ്ടി നമുക്ക് പറ്റും. പിന്നെ പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ആയിട്ട് 2 ലൈറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ സംഭവം സാധാരണ ഇത് നമ്പർ പ്ലേറ്റ് കാണാനായിട്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്കൊരു ലൈറ്റ് വരുന്നത്, ബൂട്ട് സ്പേസിലേക്കുള്ള വ്യൂവും കാര്യത്തിനൊക്കെ ആയിട്ട് നൈറ്റിൽ ഉപയോഗിക്കാൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിസിബിലിറ്റി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിപ്പോൾ മോർണിംഗ് ആയാലും നമുക്ക് അറിയാൻ പറ്റില്ല. ഇനി എന്ന് പറയുന്നതിന്റെ ബിൽഡ് ക്വാളിറ്റി കാണിക്കാം. അടയ്ക്കുമ്പോഴുള്ള ശബ്ദം ഒരു ഹെവി ആയിട്ടുള്ള ഒരു സാധനം അടയ്ക്കണ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷാർക്കിന്റെ സംഭവം അതിപ്പോ ആഡ് ചെയ്തതാണ്. സാധാരണ ഒരു ആന്റീരിയാണ് വരാ, അത് നമ്മൾ ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു കുഞ്ഞൊരു ഗ്ലാസും കാര്യങ്ങളൊക്കെ അത് ചെറുതായിട്ട് ഉള്ളെങ്കിലും അതൊക്കെ ഒരു എന്താ പറയാ, കൊണ്ട് നിർത്തിയേക്കണ ഭംഗി എന്ന് പറഞ്ഞാൽ അമ്പാര ഭംഗി തന്നെയാണ്. പിന്നെ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ കൂൾ ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. അത് 50% വിസിബിലിറ്റിയാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. അത് ലീഗലാണ് സംഭവം, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ മിറർ എന്ന് പറയുന്നത്
ആ ഒരു സ്പോർട്ടി ഫിനിഷും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് മറ്റേ ഇൻഡിക്കേഷൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. നല്ലൊരു എന്താ പറയുക ഭംഗിയുണ്ടെന്ന് തന്നെ പറയാം. മിറർ ഫോൾഡബിൾ അല്ല, മിറർ ഇങ്ങനെ നിൽക്കുന്നത് തന്നെയാണ്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എൻജിൻ സൈഡിലേക്ക് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം. നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ബോണറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വണ്ടി കിട്ടുന്നത്. ഇതാണ് നമ്മുടെ പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ 1 ലിറ്റർ TSI എൻജിൻ വിത്ത് 4 സിലിണ്ടർ എന്ന് തന്നെ പറയാം. ഇത് എന്താ പറയുക ടർബോ ചാർജഡ് എൻജിനാണ്. അത്യാവശ്യം ചവിട്ടി കഴിഞ്ഞാൽ പറന്ന് കയറാമെന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു കാർ എൻതൂസിയാസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എൻജിൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ GT വരുന്നുണ്ട്, അത് 1.5 ലിറ്റർ ആണ്. അതാണ് കൂടുതൽ എന്താ പറയാ ഡ്രൈവിങ്ങിനെ അപാരമായിട്ട് ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ത്രില്ലൊക്കെ ആയിട്ടുള്ള ഡ്രൈവിങ്ങിനെ ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ഒരു കഥ എടുക്കുക. ഇതൊരു സിറ്റി ഡ്രൈവ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എന്താ പറയാ അത്യാവശ്യം ചവിട്ടിയൊന്ന് പോകണം, അതുപോലെ തന്നെ അത്യാവശ്യം മൈലേജ് ഒക്കെ ആഗ്രഹിക്കുന്നവർ എടുക്കുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ 1 ലിറ്റർ ടർബോ ചാർജ് TSI എന്ന് പറയുന്ന എഞ്ചിൻ. പിന്നെ എഞ്ചിനൊക്കെ കൂളിംഗ് ആണ് എപ്പോഴും. നമ്മൾ വണ്ടി ഓഫ് ചെയ്താൽ തന്നെ ആ ഒരു എൻജിൻ ഓവർ ഹീറ്റ് ആവുന്ന കാരണം തന്നെ ഫാനും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ട് തന്നെ അത് ഓഫ് ആവുന്നതാണ് എൻജിൻ്റെ ഭാഗത്തുള്ള ബാക്കി കാര്യങ്ങൾ. ഇവിടേക്കായിട്ട് ഇതേ ആ ഒരു പ്ലാസ്റ്റിക്കും കോട്ടിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക നിറഞ്ഞു നിൽക്കുന്ന പോലെ തന്നെ എന്ന് പറയാം നമ്മുടെ എൻജിൻ റൂമിലേക്ക് നോക്കുമ്പോൾ. ഇതൊക്കെയാണ് നമ്മുടെ എൻജിൻ്റെ വിശേഷങ്ങൾ. ഇനി ഡോർ സൈഡിക്കാനാണെങ്കിൽ ഇവിടെ ഒരു നമ്മളെ ഓപ്പണിങ്ങിനുള്ളത് സിൽവർ കളറിലാണ് വരുന്നത്. പിന്നെ ഒരു ബീച്ച് കളറൊന്നും പറയാം, അങ്ങനത്തെ ഒരു കളറിൽ ഇവിടേക്ക് ഒരു ലെതറിങ് ആണ്. എന്നാൽ ഇവിടെ വരുമ്പോൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബേസ് വേരിയന്റ് തന്നെ വണ്ടിക്ക് ഇവിടെ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഉള്ളിലേക്കും കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അത്യാവശ്യം ഹെവി തന്നെയാണ് ഡോറ്. അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, അടയ്ക്കാനും തുറക്കാനൊക്കെ ഒരു കനം നമുക്ക് തൊടുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എന്ന് പറയുന്നത് നമുക്ക് ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ആ ഒരു വോക്സ് വാഗൺ എന്നൊരു ബാഡ്ജിങ് കാര്യങ്ങളും കാണാം. പിന്നെ ആ ഒരു സ്പോർട്ടി സ്റ്റിയറിംഗ് തന്നെയാണ് വണ്ടിയുടെ. പിന്നെ നമുക്ക് ഇവിടെയായിട്ട് ബാക്കി കൺട്രോളുകളും ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ബേസ് വേരിയന്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ എത്തി ആ ഒരു ഇങ്ങനൊരു സിൽവർ കളറ് അതുപോലെ ഒരു ഫിനിഷിങ് ഇങ്ങനെ വന്നിട്ടുണ്ട് സ്റ്റിയറിംഗ്. അതൊക്കെ നല്ലൊരു ഭംഗിയിൽ സ്പോർട്ടി ഫിനിഷ് നമുക്ക് തോന്നിപ്പിക്കും. പിന്നെ ഇവിടെ ആയിട്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ളിലായിട്ടും വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ സ്റ്റിയറിംഗ് ഇപ്പോൾ ലെതർ റാപ്ഡ് കസ്റ്റമർ ചെയ്തതാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു റെഡ് കളറിൽ സ്റ്റിച്ചിങ്ങും ആ ഒരു കാര്യങ്ങളൊക്കെ വന്ന കാരണം അതും സ്പോർട്ടി എന്ന് വെച്ചാൽ എല്ലാം സ്റ്റിയറിംഗുമ്പോൾ തന്നെ നമുക്കൊരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു സന്തോഷം ആ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടാണ് അത് പരമാവധി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടേക്ക് എന്തോ ഒരു ആ ഒരു കംഫർട്ട്നെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യം സാധാരണ ബേസിക് ആയിട്ടുള്ള കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. GT ഓപ്ഷനിൽ ശരിക്കും ഇവിടെ പാഡൽ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ബേസ് വേരിയന്റ് തന്നെ സാധാരണ നമുക്ക് ഗിയർ ആ ഒരു ജർമ്മൻ ടെക്നോളജി സംഭവം തന്നെ അങ്ങട് റിവേഴ്സ് ഇട്ട് പിന്നെ ഫസ്റ്റ് സെക്കൻഡ് 6 ഗിയറിലാണ് വരുന്നത് വണ്ടി. അത്യാവശ്യം എന്താ പറയാ ചവിട്ടിങ്ങനെ പറന്ന് കയറുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ വിർട്ടസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ വണ്ടി കീ ആയിട്ട് ഇങ്ങനെയാണ് ഞാൻ വരുന്നത്. സാധാരണ ലോക്ക് അൺലോക്ക് പിന്നെ നമ്മുടെ ബൂട്ട് സ്പേസ് ബൂട്ട് തുറക്കാനുള്ളത് കാര്യങ്ങളൊക്കെ ആയിട്ട് കീ ഇതാണ് നമ്മുടെ കീ. ആ ഒരു വോക്സ് വാഗൺ എന്നൊരു ബാഡ്ജിങ് ഒക്കെ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്, ലോഗോ കിട്ടുന്നുണ്ട്. ഇത് ഇവിടെ നമ്മൾ സാധാരണ കുത്തി തിരിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി വണ്ടിയുടെ മീറ്റർ സൈഡിൽ 8000 RPM ആണ് വണ്ടി ഇതിൽ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 260 ടോപ്പ് സ്പീഡ്,
പിന്നെ ടൈം, കാര്യങ്ങൾ, ടെമ്പറേച്ചർ, നമുക്ക് പോവാനുള്ള ഒരു റേഞ്ച്, പിന്നെ നമ്മുടെ കിലോമീറ്ററിൻ്റെ സാധാരണ എല്ലാം നോർമലി, പിന്നെ സീറ്റ് ബെൽറ്റ് വാർണിങ്, അതെല്ലാം ഡ്രൈവർ സൈഡിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ നടുക്കിൽ ഡിജിറ്റലാണ്, ബാക്കി രണ്ട് സൈഡിൽ സാധാ മീറ്ററും കാര്യങ്ങളും വരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ വേർട്ടസിലെ മീറ്റർ സൈഡിലെ കാര്യങ്ങളെല്ലാം. ഇനി എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നക്കാമിച്ചി എന്ന് പറയുന്ന ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. ഇത് നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. പിന്നെ ഹസാർഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതൊക്കെ ഒരു വോക്സ് വാഗൻ്റെ ഒരു പ്രത്യേകത തന്നെ പറയാം. മറ്റുള്ള വണ്ടികൾക്ക് കൂടിയാകുമ്പോൾ അതൊക്കെ ഇവിടെ സിമ്പിളായിട്ട് അതിനൊരു സാധനം പെട്ടെന്നൊന്നും തിരിച്ചറിയില്ല പുതിയതായിട്ട് ഒരാൾ നോക്കുമ്പോൾ. പിന്നെ ഇവിടെ നിന്നൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ ഒരു ഫിനിഷിങ് ഇവിടെ ഒരു റാഷായിട്ടുള്ള പോലത്തെ സംഭവം. പിന്നെ ഇവിടേക്ക് മിനുസും കാര്യങ്ങളൊക്കെ ഒരു ഭംഗിയിൽ തന്നെ കൊണ്ടുവന്നത് പറയാം. പിന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു എന്താ പറയുക സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാഷ്ബോർഡിൽ തന്നെ. പിന്നെ എ സി വെൻ്റ് ഇവിടെ ഒരെണ്ണം സാധാരണ അവിടെ. പിന്നെ അപ്പുറത്തായിട്ട് നമുക്ക് മ്യൂസിക്കിൻ്റെ സ്പീക്കർ എല്ലാം വരുന്നുണ്ട്. ബാക്കി ഇവിടെ അതെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൻ്റെ ഒപ്പം കോൾ റെക്കോർഡിങ്ങും മറ്റ് കോളിൽ സംസാരിക്കാനൊക്കെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡാഷ് ക്യാമും കാര്യങ്ങളും നമ്മൾ വേറെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പോൾ നമുക്ക് ബാക്കിലത്തെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ മിറർ സാധാരണ നല്ല ഒരു പക്ക ഫിനിഷിങ്, സ്പോർട്ടി എന്ന് പറയാനില്ല, എന്നാലും അത്യാവശ്യം നല്ല വിസിബിൾ ആയുള്ള ഒരു മിററാണ്. പിന്നെ നമുക്ക് ഇന്റീരിയറിലുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ റീഡിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. വൈറ്റ് കളറിലാണ് വരുന്നത്, യെല്ലോ അല്ല. പിന്നെ ഇവിടെ നമുക്ക് ബേസ്മെന്റ് ഏരിയ തന്നെ നമുക്ക് ഇവിടെ അടഞ്ഞാണ് എടുക്കുന്നത്. അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. സാധാരണ വരുന്ന പോലെ തന്നെ സൺഷെയ്ഡും കാര്യങ്ങളും ഡ്രൈവേഴ്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു മിററും കാര്യങ്ങളും ഇല്ല എന്ന് പറയാം. ഇവിടെയാണ് നമുക്ക് മിററും കാര്യങ്ങളുള്ള. പിന്നെ വാണിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് വണ്ടിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ വരാണെങ്കിൽ നമുക്ക് സാധാരണ എ സി വെന്റിലേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി എ സിയുടെ ടെമ്പറേച്ചർ കൺട്രോള്, ഫാൻ കൺട്രോള്, പിന്നെ ഫ്രണ്ടിലത്തെ 2 സീറ്റും നമുക്ക് വെന്റിലേഷനാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഗിയർ, ഒരു ക്രിസ്റ്റൽ പിയാനോ ബ്ലാക്കിലൊരു അത്യാവശ്യം നല്ലൊരു എന്താ പറയുക പ്രീമിയം ഫിനിഷുള്ള ഒരു ഗിയറാണ് നമുക്ക് കിട്ടുന്നത്. റിവേഴ്സ് അങ്ങട് ജർമ്മൻ ടെക്നോളജി പോലെ അങ്ങട് തട്ടിയിരുന്നു. പിന്നെ 6 ഗിയറാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെയായിട്ട് ചാർജിങ്ങിനും മറ്റു കാര്യത്തിനുള്ളൊരു സംഭവം കാണാം. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണുകയാണെങ്കിൽ തന്നെ ഹാൻഡ് ബ്രേക്കിൽ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാം. അത്യാവശ്യം കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ആയാലും നമുക്കൊരു സ്പേസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഇവിടെ, പിന്നെ ബാക്കി 3 കൺട്രോളുകൾ വേറെ കാണാം. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അതൊക്കെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം എന്നുള്ള പറഞ്ഞ പോലെ. എന്നാലും ബേസ് വേരിയന്റ് ഒക്കെ തന്നെ ഇതൊക്കെ ധാരാളം എന്ന് തന്നെ പറയാം. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മിററും കാര്യം കൺട്രോൾ ചെയ്യാനുള്ളത്. പിന്നെ 4 സൈഡിലേക്കുള്ള പവർ വിൻഡ് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈറ്റ്സും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനുള്ളത്. അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് പിന്നിലേക്ക് പോവാം. ഞാനിപ്പോൾ ഒരു 5-7 അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്കൊക്കെ സുഖമായിട്ടിരിക്കാം. പിന്നെ ഹാൻഡിൽ പിടിക്കാനുള്ളത്, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പീക്കർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ വണ്ടിയിൽ ആക്സസറീസിൽ വന്നതാട്ടോ. പിന്നെ അത്യാവശ്യം ഇങ്ങനെയൊക്കെ ഇരുന്ന് സുഖമായിട്ട് ഹെഡ് റെസ്റ്റും വെച്ച് ഇങ്ങനെ നല്ലൊരു യാത്രാ സുഖം അനുഭവിച്ച് ഇങ്ങനെ പോവാം. പിന്നെന്ന് പറയുമ്പോൾ നമുക്ക് സെൻട്രൽ എ സി വണ്ടിയിൽ വന്നിട്ടില്ല. പിന്നെന്ന് പറയുമ്പോൾ ഈ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വണ്ടിക്ക് 3 പിന്നിലിരിക്കുന്നവർക്ക് 3 ഹെഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നടുക്കിയിരിക്കുന്ന ആൾക്ക് ഇത്തിരി കംഫർട്ട്നെസ് അത്രയ്ക്ക് കിട്ടില്ല. എന്നാലും ഇപ്പുറം ഇരിക്കണവർക്ക് ഇപ്പോൾ 4 ആളായിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ടൈ സപ്പോർട്ടും മറ്റേ കുഷനിങ്ങും ടൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പൊ എൻ്റെ കാല് അങ്ങോട്ട് ഇരിക്കുമ്പോൾ എന്താ പറയാ അത്യാവശ്യം ഞാൻ നല്ലോണം നീട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അതിപ്പോ ഒരു ഫ്രണ്ട് സീറ്റ് ഒരു മീഡിയത്തിലാണ് കിടക്കുന്നത്. എൻ്റെ കാര്യം സുഖമായിട്ട് എനിക്ക് ഇങ്ങനെ ഇരുന്ന് പോകാനുള്ള ഒരു യാത്ര സുഖം കാര്യം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്ക്
ലൈറ്റ്സ് റീഡിങ് ലൈറ്റും കാര്യങ്ങളും ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത പോലെ ഡാഷ് ക്യാം ബാക്കിലത്തെ ഇവിടെയാണ് ബാക്കിയുള്ളത്. അത്യാവശ്യം ഇപ്പൊ അതൊക്കെ കുഷനിങ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അത്യാവശ്യം നീരം വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്ഥലം അങ്ങോട്ട് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലത്തെ വിശേഷങ്ങൾ. നമുക്ക് ഈ വണ്ടി ഇന്ന് റിവ്യൂ എടുക്കാനായിട്ട് തന്നത് നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജയസൂര്യാണ്. ജയസൂര്യ ഇപ്പൊ ഈ അടുത്തെടുത്ത വണ്ടിയാണ്. 1 മാസമായിട്ടുള്ളൂ അല്ലേ ജയസൂര്യ? 1 മാസമായിട്ടുള്ളൂ. അപ്പോ വണ്ടി എത്രയായി? ഓൺ റോഡ് എത്രയായി? ഓൺ റോഡ് വന്നപ്പോ നമുക്ക് 1350. 1350 ആയില്ലേ? എവിടെ നിന്ന് എടുത്ത വോക്സ് വാഗന്റെ? എവിടത്തെ? ഇത് മണ്ണുത്തിന്ന്. മണ്ണുത്തി അല്ലേ? മണ്ണുത്തി ഫോക്സ് വാഗൻ ഷോറൂമിൽ നിന്ന് എടുത്തു. ഇത് എങ്ങനെ ഡീലിംഗ് ഒക്കെ, ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ? നല്ല അത്യാവശ്യം നല്ല ഡീലിംഗ് ആയിരുന്നു. അതെ അതെ അതെ. രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആള് എന്റെ അമ്മയുടെ വീടിന്റെ അടുത്തായിരുന്നു ആളുടെ വീട്. അപ്പൊ അങ്ങനെ എടുത്തു. ആള് നല്ല ആളുടെ ഒരു ഇതും എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു വണ്ടിയോടുള്ള ഇഷ്ടവും പിന്നെ വണ്ടിയുടെ ഇഷ്ടം, പിന്നെ മൈലേജ് എനിക്ക് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലേക്ക് വന്നപ്പോ എനിക്ക് 28 കിലോമീറ്റർ ഹൈവേയിൽ മൈലേജ് കിട്ടി. 28 കിലോമീറ്റർ മൈലേജ് കിട്ടി. അത് എന്താ പറയാ, ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ പറയണ്ട വണ്ടിയിലെ. അത് എവിടെയാ എടുത്ത എന്താ പറയാ ടെസ്റ്റ് ചെയ്ത് എവിടെയാ? അത് മണ്ണുത്തി നടത്തറ ആ ഒരു റോഡിൽ ഹൈവേയിൽ. അതെന്ന് വെച്ചാൽ ഫോക്സ് ആയിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ. ഒരു ഫ്രണ്ട് ടു ഡ്രൈവ് ഉണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു കുറച്ച് വണ്ടി ഉണ്ടായിരുന്നു. ഫോക്സ് വാഗൻ, വെർട്ടസും പിന്നെ ടൈഗർ എന്ന് പറഞ്ഞിട്ട് വണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ അതിലെനിക്ക് സെക്കൻഡ് കിട്ടി. 28 കിലോമീറ്റർ മൈലേജ് സെക്കൻഡ് കിട്ടിയില്ലേ? കൺഗ്രാജുലേഷൻസ്. അല്ല അപ്പൊ ഫസ്റ്റ് കിട്ടിയതായിരിക്ക? ഫസ്റ്റ് കിട്ടിയത് വെർട്ടസിന് തന്നെ, 30 കിലോമീറ്റർ മൈലേജ്. അപ്പോ എല്ലാരും മനസ്സിലാക്കുക, വണ്ടി എന്താ പറയാ ഓടിക്കേണ്ട രീതിയിൽ ഓടിച്ചാൽ നമുക്ക് അത്യാവശ്യം മൈലേജും കിട്ടും, എന്നാൽ നമുക്ക് അത്യാവശ്യം പെർഫോമൻസും കിട്ടുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ വിട്ടസ് എന്ന് പറയുന്നത്. അപ്പോ ഓരോന്നോരോന്നും ഇപ്പൊ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ വിശേഷങ്ങള്. ഇതിപ്പോ നമ്മുടെ ചാനലിലാണ് ഞാൻ തോന്നുന്നുണ്ട് ആദ്യമായിട്ട് 28 കിലോമീറ്റർ മൈലേജ് കിട്ടി എന്ന് പറയുന്ന ഒരു എന്താ പറയാ അഭിപ്രായം പറയുന്നത്. എന്തായാലും കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. ഈ ഭാവിയില് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടൊക്കെ മറ്റുള്ളവര് ഈ വണ്ടിക്ക് എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. അപ്പോ ഐശ്വര്യ ഒരിക്കൽ കൂടി നന്ദിയുണ്ട് വണ്ടി തന്നതിന്. അപ്പൊ താങ്ക് യു. അപ്പോ അടുത്ത വീഡിയോയില് നമ്മളിനി വേറൊരു വണ്ടിയായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്.